COVID-19 പടർന്നു പിടിച്ച ഈ കാലത്ത് നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു വാചകമാണ് 144 പ്രഖ്യാപിച്ചു എന്ന്, അല്ലേ? ഇതിനോടകം എല്ലാവർക്കും അറിയാം ഇത് ഒരു പ്രത്യേക അധികാരം ആണ് എന്നും അത് സാധാരണയായി ജില്ലാ ഭരണാധികാരികളാണ് അത് എക്സർസൈസ് ചെയ്യണത് എന്നും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ സെക്ഷൻ 144 ആണ് ഈ 144. അതായത് സെക്ഷൻ 144 പ്രകാരം ജില്ലാ ഭരണാധികാരികൾക്ക് എന്ന് നിർബന്ധമില്ല, ഏത് ഏരിയയിലെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് നൽകുന്ന ഒരു പ്രത്യേക അധികാരമാണ്. അതായത് ക്രമസമാധാനം നിയന്ത്രിക്കാൻ, പബ്ലിക് ഗ്യാതറിങ്സ് കൺട്രോൾ ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക അധികാരം ആണ് ഈ സെക്ഷൻ 144. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം 4 അതിൽ കൂടുതലോ ആളുകൾ ഒന്നിച്ചു ചേരുന്നതിനെ നിയന്ത്രിക്കാനോ തടയാനോ ഒക്കെയാണ് സാധാരണയായി ഈ സെക്ഷൻ ഉപയോഗിക്കാറുള്ളത്. സമാനമായ സെക്ഷൻസ് ഇന്ത്യൻ പീനൽ കോഡിലും ഉണ്ട്. എന്തായാലും ഇത് പറയുന്നത് അത്തരത്തിലുള്ള കൂട്ടം ചേരലുകൾ അൺലോഫുൾ അസംബ്ലി ആയി ഡിക്ലെയർ ചെയ്യും എന്നും, അതുകൊണ്ട് തന്നെ അരുത് എന്ന് പറഞ്ഞതിന് ശേഷം അത്തരത്തിൽ നമ്മൾ കൂട്ടം കൂടുകയാണെങ്കിൽ നിയമപ്രകാരം അത്തരത്തിലുള്ള ആളുകളെ ശിക്ഷിക്കാൻ സാധിക്കും എന്നുമാണ്. അപ്പോൾ COVID-19 പോലുള്ള ഹെൽത്ത് എമർജൻസിയിലൊന്നും തന്നെ വേണമെന്നില്ല. ഏത് സാഹചര്യത്തിലും എപ്പോഴെങ്കിലും ക്രമസമാധാന നില തകരുന്നു എന്ന് തോന്നുന്ന സമയത്ത് എടുത്തുപയോഗിക്കാനുള്ള ഒരു പ്രത്യേക നിയമ സംവിധാനമാണ് സെക്ഷൻ 144 ഓഫ് CRPC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺലോഫുൾ അസംബ്ലിയെക്കുറിച്ചാണ്. അപ്പോൾ അൺലോഫുൾ അസംബ്ലി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പീനൽ കോഡിൽ എന്നും നോക്കേണ്ടി വരുമല്ലോ. സെക്ഷൻ 141 മുതൽ 158 വരെ നിരവധി സെക്ഷൻസിലായിട്ട് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അൺലോഫുൾ അസംബ്ലികളെ കുറിച്ചാണ് ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത്. പക്ഷേ ഇതിൽ ഓരോന്നിനെയും കുറിച്ച് പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് പറയേണ്ടതില്ല, കാരണം ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അൺലോഫുൾ അസംബ്ലി. കുറച്ച് പഴയ കഥയാണ്. ഇപ്പോൾ 1963 സുപ്രീം കോടതി തീരുമാനിച്ച ഒരു കേസാണ് ഇത്. അപ്പോൾ സംഭവങ്ങൾ നടന്നത് തീർച്ചയായും അതിനു മുമ്പാവൂലോ. ഈ കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും ഉണ്ട്. അത് കുറേ കൂടി പഴയതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം കണ്ടതിൽ വെച്ച് അത്യപൂർവമായ ഒരു ദുരന്ത കഥയാണ് ഇന്ത്യയുടെ വിഭജനത്തിൻ്റേത് എന്ന്. മലയാളികളായ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നേരിട്ട് അനുഭവിച്ചിട്ടില്ലായിരിക്കാം. എങ്കിൽ പോലും വിഭജനം അത് പഞ്ചാബ് പ്രവിശ്യയിലായാലും ബംഗാൾ പ്രവിശ്യയിലായാലും വളരെയധികം നരഹത്യകളെ, ചരിത്രത്തിൽ തന്നെ ദുരന്തപൂർണമായ വലിയ ഒരു പലായനത്തെ രേഖപ്പെടുത്തി. 2 സൈഡിലും അനവധി ആളുകൾ മരിച്ചു, അനവധി ആളുകൾ അനാഥരായി, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ടായി. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഒരുപാട് പുസ്തകങ്ങളുണ്ട്. വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു പുസ്തകം ഖുഷ്വന്ത് സിംഗ് എന്ന ജേർണലിസ്റ്റാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതിയ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ഒരു പുസ്തകമാണ്. അതെന്തായാലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടീഷൻ്റെ കഥയല്ല, പക്ഷേ പാർട്ടീഷൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ലീഗൽ സ്റ്റോറിയാണ്. എന്താണ് കഥ എന്നല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് അന്നത്തെ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് കുറേ ആളുകൾ, പല ഭാഗത്തു നിന്നും പല ആളുകളും പോകുന്നതുപോലെ വെസ്റ്റ് പാകിസ്ഥാനിലുണ്ടായിരുന്ന ഒരു തേജ് കൗറും ആ തേജ് കൗറിൻ്റെ ഭർത്താവായിരുന്ന താരാ സിംഗും ഇതേപോലെ അവരുടെ ഫാമിലിയിലെ മറ്റു പലരോടുമൊപ്പം ഓടിപ്പോന്നു. അവിടെ ആളുകളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്ക് ഓടിപ്പോന്നു. അങ്ങനെ ഓടിപ്പോന്ന് അവർ ഇന്നത്തെ കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിലെത്തി. പക്ഷേ ഈ പലായനത്തിൻ്റെ ഇടയിൽ താരാ സിംഗിനെ അവിടുത്തെ ആക്രമണകാരികൾ കൊല്ലുകയും തേജ് കൗർ വിധവയാവുകയും ചെയ്തു. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ ഓടി വന്ന് ഇങ്ങോട്ട് വന്ന ആളുകൾക്ക് ഇവിടെ ഒഴിവുള്ള ഭൂമി അനുവദിച്ചു കൊടുക്കും. കാരണം അവരവിടെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്നവരാവാം. ഇവിടെ വന്നാലും അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ രാജ്യം ഓരോരുത്തർക്കും ഓരോ പ്രത്യേക അനുപാതത്തിൽ ഭൂമി വീതിച്ചു കൊടുത്തു.
അപ്പോൾ ഈ താരാ സിംഗിൻ്റെ ഓഹരിയായിട്ട് കുറച്ച് ഭൂമി മാൽസിയാൻ എന്ന് പറയുന്ന ഒരു കിഴക്കൻ പഞ്ചാബിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ തേജ് കൗറിനും കിട്ടി. അപ്പോൾ അതേസമയം അവരുടെ കൂടെ ഓടിപ്പോകുന്ന മറ്റാളുകളുണ്ട്. ഒരു മോഹൻ സിംഗ്, ജാബിർ സിംഗ്, ഗാൽദീപ് സിംഗ്, അങ്ങനെ ഇവരൊക്കെ ഈ താരാ സിംഗിൻ്റെ സഹോദരന്മാരായിരുന്നു. അവർക്കൊക്കെയും ഭൂമി കിട്ടി. പക്ഷേ വിധവയായതിനു ശേഷം ഭർത്താവ് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ മരിച്ചപ്പോൾ തേജ് കൗറിന് തനിച്ച് ആ ഗ്രാമത്തിൽ താമസിക്കാൻ വയ്യാതെയാവുകയും അവരുടെ അച്ഛനായിട്ടുള്ള ഗുർദീപ് സിംഗിൻ്റെ വീട്ടിൽ, കുറച്ച് ദൂരെയാണത്, പഞ്ചാബിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ താരാ സിംഗിന് അനുവദിച്ച് കിട്ടിയ ഭൂമി ഉണ്ടല്ലോ, ഈ മാൽസിയാൻ വില്ലേജിലെ പൊതുവെയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളത്തിനൊക്കെ നല്ല ക്ഷാമമുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയ തരത്തിലുള്ള കൃഷികളായിരുന്നു. സാധാരണയായിട്ട് ഖജൂർ എന്നാണ് അവർ പറയുക, ഈ ഈന്തപ്പന, ഈ ഈന്തപ്പഴം ഉണ്ടല്ലോ നമ്മൾ, അപ്പോൾ അങ്ങനെ ഈന്തപ്പഴ കൃഷി അവിടെ ധാരാളം, കാരണം വെള്ളം കുറവല്ലേ വേണ്ടു, അത് ധാരാളമുണ്ട്. പിന്നെ അവിടെ കൃഷി ചെയ്തിരുന്നത് കരിമ്പാണ്. കുറച്ചൊക്കെ ഗോതമ്പും ഉണ്ടായിരുന്നു, മറ്റ് പച്ചക്കറികളും ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായിട്ടും ഈ ഈന്തപ്പനയും പിന്നെ ഈ കരിമ്പ് കൃഷിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചു കാലം തിരിച്ച് ഗുർദീപ് സിംഗിൻ്റെ കൂടെ താമസിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ഈ താരാ സിംഗിൻ്റെ പ്രോപ്പർട്ടി അനിയന്മാർ നോക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ലാഭം അവരെടുക്കുകയാണ്. പ്രോപ്പർട്ടി കൈവിട്ടു പോവും എന്ന സ്ഥിതി വന്നപ്പോൾ തേജ് കൗറും അച്ഛനും കൂടി കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വിധി സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിധി സമ്പാദിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, അത് നടപ്പിലാക്കുകയും വേണ്ടേ. അതിനു വേണ്ടിയിട്ട് തേജ് കൗറിൻ്റെ അച്ഛനായിട്ടുള്ള ഗുർദീപ് സിംഗ് തനിച്ചു പോകാനൊരു പേടി, എന്താ സ്ഥിതി എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ഗുർദീപ് സിംഗ് തൻ്റെ റിലേറ്റീവായ ഹനുമാൻ സിംഗിനെയും വിളിച്ചു. പിന്നെ അവിടെ മാൽസിയാനിൽ എത്തിയതിന് ശേഷം അവിടുത്തെ വില്ലേജിലെ ഓഫീസർ, ചൗക്കിദാർ, അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി ഈ സ്ഥലത്തേക്ക് പോയി, ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഗുർദീപ് സിംഗും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അവിടെ എത്തുമ്പോൾ മോഹൻ കുമാർ സിംഗ് എന്ന് പറയുന്ന ആൾ അവിടെ കാലി വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അത്രേ. ചെന്ന ആളുകൾ ഞങ്ങൾ ഈ പ്രോപ്പർട്ടി എക്വയർ ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ മോഹൻ കുമാർ സിംഗ്, ഞാൻ വൈകുന്നേരം വരെ പണിയെടുത്ത് എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു അത്രേ. എന്തായാലും പോയ ആൾ തിരിച്ചു വരാനൊന്നും ഇവർ കാത്തു നിന്നില്ല. അവരെന്ത് ചെയ്തു, ഓൾറെഡി കുറച്ച് ആളുകളെയും കൊണ്ടാണല്ലോ പോണത്, പിന്നെ പോരാത്തതിന് ഇത് സംഭവം എന്താണെന്നറിയാൻ വേണ്ടി അവിടെ ഓടിക്കൂടിയ ആളുകളെയും എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് ഫോർമലായിട്ടൊരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കി. ഈ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു എന്നും പറഞ്ഞിട്ട് അത് വായിച്ചു കേൾപ്പിക്കുകയും അവിടെ കൂടി നിന്ന 4-5 ആളുകളെ കൊണ്ട് അത് സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഫോർമലി ഒരു ഡിക്ലറേഷനൊക്കെ നടത്തി. പ്രോപ്പർട്ടി ഇനി മുതൽ ഗുർദീപ് സിംഗ് ആണ് നോക്കി നടത്തുക, അത് താരാ സിംഗിൻ്റെ പ്രോപ്പർട്ടി തേജ് കൗറിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇമാതിരി ഒരു പ്രൊക്ലമേഷനൊക്കെ നടത്തി അവർ തിരിച്ചു വരും. സിംഗ് ഓടിപ്പോയ മോഹൻ കുമാർ സിംഗ് തൻ്റെ കൂട്ടാളികളായിട്ടുള്ള ജാബിർ സിംഗ്, ഗാൽദീപ് സിംഗ്, പ്രാഗ്യ സിംഗ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ട് ഖജൂർ മരങ്ങളുടെ പിന്നിൽ, ഈ ഈന്തപ്പന ഇങ്ങനെ ഒരു വരിക്കാണ് അത്ര കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ പിറകിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഈന്തപ്പനയ്ക്ക് പിന്നിൽ ഒളിച്ചു നിന്ന മോഹൻ സിംഗും ഗാൽദീപ് സിംഗും പിന്നെ അവരുടെ കൂട്ടാളികളും വെറുതെ നിൽക്കുകയായിരുന്നില്ല. അവരുടെ കയ്യിൽ അവിടെ വളർന്നിരുന്ന കരിമ്പിൻ്റെ തണ്ടുകളും തൽക്കാലം ഒരു ആവശ്യത്തിന് അവർ പൊട്ടിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു വഴിക്ക് പോവല്ലേ, വെറുതെ കയ്യിൽ ഒന്നുമില്ലാണ്ട് പോണ്ടാന്നുള്ള മട്ടിൽ അവരിങ്ങനെ ലാത്തിയാക്കിയിട്ട് അത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരടുത്തുകൂടെ പോയപ്പോൾ നമ്മുടെ ഗുർദീപ് സിംഗും കൂട്ടുകാരും അടുത്തുകൂടെ പോയപ്പോൾ ഈന്തപ്പനയുടെ പിന്നിൽ ഒളിച്ചു നിന്നിരുന്ന കൂട്ടർ ചാടി വീണു. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാണ് ഗുർദീപ് സിംഗും ഹർമാൻ സിംഗും ഓട്ടം. കയ്യിൽ ലാത്തിയുള്ള മറ്റൊരാവട്ടെ പിന്നാലെ ഓടി. ഇങ്ങനെ ഈ ഓട്ടം എത്ര ദൂരം ഓടാൻ പറ്റും? അതും പാടത്തു കൂടെയൊക്കെയാണ്, കൃഷി സ്ഥലത്തു കൂടെയാണ് ഓടണത്. നമ്മുടെ ഗുർദീപ് സിംഗ് സ്വാഭാവികമായിട്ടും പ്രായം കൂടിയ ആളായതുകൊണ്ട് വീണു. ആ സമയത്ത് ഗാൽദീപ് സിംഗ് ആദ്യത്തെ അടി അടിച്ചു അത്രേ. കരിമ്പിൻ്റെ തണ്ട് കൊണ്ട് ഗുർദീപ് സിംഗിൻ്റെ തലയ്ക്ക് നോക്കി അസലൊരടി അടിച്ചു. അതോടുകൂടി ഗുർദീപ് സിംഗിൻ്റെ ബോധം പോയി. പിന്നാലോടി വന്ന മോഹൻ സിംഗും വിട്ടുകൊടുത്തില്ല, അയാളും അടിച്ചു. ഗുർദീപ് സിംഗിനെ നല്ലോണം അടിച്ചു. പിന്നാലെ ഓടി വന്ന് വീണ ഹനുമാൻ സിംഗിനെയും ഇവർ നല്ലോണം പ്രഹരിച്ചു. ബാക്കിയുള്ളവരോ അവർ ഓട്ടം ഓടി രക്ഷപ്പെട്ടു. ഇത്രയും സംഭവങ്ങൾ അടിപിടി നടക്കുന്ന സമയത്ത് നാട്ടുകാർ ഓടിക്കൂടിയത് കൊണ്ട് ഈ അടിക്കാൻ വന്ന മോഹൻ സിംഗും ഗാൽദീപ് സിംഗും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുമൊക്കെ ഓടി രക്ഷപ്പെടുകയും നാട്ടുകാർ ഗുർദീപ് സിംഗിനെയും ഹനുമാൻ സിംഗിനെയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു.
ആശുപത്രിയിൽ വെച്ച് ചെറിയ പരിക്കുകളോടെ ഹനുമാൻ സിംഗ് രക്ഷപ്പെട്ടെങ്കിലും തലക്കേറ്റ അടി കാരണം ഗുർദീപ് സിംഗ് 2-3 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു. ഇത്രയുമാണ് സംഭവം. ഇപ്പം എന്താണ് ഉണ്ടായത്? സെക്ഷൻ 302 IPC പ്രകാരം മർഡർ എന്ന് വിളിക്കാവുന്ന ഒരു കുറ്റമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സെക്ഷൻ 302 എന്താണെന്നും എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നും മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏതവസ്ഥയിലാണ് കൃത്യമായിട്ട് നമുക്കൊരു മർഡർ ഉണ്ടായി അല്ലെങ്കിൽ ഇത് മർഡർ ആണ് എന്ന് പറയാൻ പറ്റുക എന്ന്. അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്ന പ്രഹരം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അറിയാം ഇത് അയാളുടെ മരണത്തിന് കാരണമായേക്കാം എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റം എന്താണ്? കരിമ്പിൻ്റെ വടി കൊണ്ട് ഒരാളുടെ തലയ്ക്കടിച്ചാൽ അയാൾ മരിച്ചു പോകും എന്ന അറിവ് ഈ അടിക്കുന്ന ആൾക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മർഡറാണ്. ഗാൽദീപ് സിംഗ് 302 സെക്ഷൻ 302 പ്രകാരം കൊലപാതക കുറ്റത്തിന് ശിക്ഷാർഹനുമാണ്. അവിടെയല്ല സംശയവും പ്രശ്നവും പിന്നീടുള്ള ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ ഡിഫറെൻ്റ് ആവുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലാണ്. ഇപ്പോൾ കഥ നോക്കൂ, ആരാണ് കൊന്നത്? ഗാൽദീപ് സിംഗ് തന്നെയാണ്. അയാൾ തലയ്ക്കടിച്ചത് കൊണ്ടാണ് കുൽദീപ് സിംഗ് മരിച്ചത്. ആർക്കും ഒരു സംശയവും ഇല്ല. ഇവിടെയാണ് അൺലോഫുൾ അസംബ്ലി എന്ന കൺസെപ്റ്റും അൺലോഫുൾ അസംബ്ലിയിൽ ഏർപ്പെടുന്ന ആളുകളുടെ ലയബിലിറ്റിയും ഒരു വിഷയമാവുന്നത്. കോടതിക്ക് മുമ്പിൽ പറഞ്ഞത് 5 പേരുണ്ടായിരുന്നു ഈന്തപ്പനയുടെ പിന്നിൽ ഒളിച്ചു നിന്നവർ. സെക്ഷൻ 141 ഓഫ് IPC പറയുന്നത് 5 അതിൽ കൂടുതലോ ആളുകൾ കുറ്റകൃത്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒന്നിച്ച് ചേർന്നാൽ അത് തന്നെ അൺലോഫുൾ അസംബ്ലിയാണ്. പ്രശ്നം അത് മാത്രമല്ല, അത്തരത്തിൽ അൺലോഫുൾ അസംബ്ലിയിൽ ചേരുന്ന ഒരാൾ അൺലോഫുൾ അസംബ്ലി പ്ലാൻ ചെയ്യുന്ന ആളോ അൺലോഫുൾ അസംബ്ലി കോർഡിനേറ്റ് ചെയ്യുന്ന ആളോ ഒന്നും ആവണമെന്നില്ല. 5ാമനായി ആ അസംബ്ലിയിൽ എത്തുന്ന ആളാണെങ്കിൽ പോലും ആ അൺലോഫുൾ അസംബ്ലിയിലെ ആളുകൾ പ്ലാൻ ചെയ്യുന്ന കുറ്റം ഏതൊരാളും ചെയ്തു എന്നാണ് അനുമാനിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 4 പേര് ചേർന്ന് ഒരു കൊലപാതകം ചെയ്യാൻ പ്ലാൻ ചെയ്തു. 5ാമൻ അബദ്ധത്തിൽ ആ കൂട്ടത്തിൽ വന്നുപെട്ടാൽ, കാരണം IPC പ്രകാരം അൺലോഫുൾ അസംബ്ലി ആവണമെങ്കിൽ മിനിമം 5 പേര് വേണം. ഈ 5ാമന് ഇവർ കൊലപാതകം പ്ലാൻ ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം എന്ന് പോലും നിർബന്ധമില്ല. പക്ഷെ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആരെങ്കിലും ഒരാൾ കൊലപാതകം ചെയ്താലും 5 പേർക്കും തുല്യമായ ശിക്ഷയായിരിക്കും ലഭിക്കുക. അവരുടെ ക്രിമിനൽ ലയബിലിറ്റിയും തുല്യമായിരിക്കും എന്ന് സെക്ഷൻ 34-ൽ കോമൺ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോമൺ ലയബിലിറ്റി എന്ന് ഇന്ത്യൻ പീനൽ കോഡ് വിളിക്കുന്ന ഒരു സെക്ഷൻ. സത്യത്തിൽ അതൊരു റൂൾ ഓഫ് എവിഡൻസ് ആണ്, ഒരു പ്രത്യേക ഒഫൻസ് അല്ല. പക്ഷേ അൺലോഫുൾ അസംബ്ലിയുടെ ഭാഗമാവുകയും ആ അൺലോഫുൾ അസംബ്ലിയിൽ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്യുകയും ചെയ്താൽ ആ കുറ്റം ഈ 5 പേരും കൂടി പ്ലാൻ ചെയ്തതാണ് എന്നാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പറയുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ തന്നെ സെക്ഷൻ 34 ആണ്. അത് ഉപയോഗിക്കുന്ന വാക്ക് ഇൻ ഫർദറൻസ് ഓഫ് ദ കോമൺ ഒബ്ജക്റ്റ് ഓഫ് ദ അസംബ്ലി എന്നാണ്. അതായത് ഒരാൾ കുറ്റം ചെയ്യുന്നു, ആ ചെയ്ത കുറ്റം മറ്റ് 5 പേരുടെയും പ്ലാനിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ട് ചെയ്തതായതുകൊണ്ട് 5 പേർക്കും തുല്യമായ ശിക്ഷയായിരിക്കും കോടതി കൊടുക്കുക. അപ്പോൾ ഈ കേസിലും അങ്ങനെയാണ് ഉണ്ടായത്. ഗാൽദീപ് സിംഗ് ആണ് ഗുർദീപ് സിംഗിനെ കൊന്നത്, യാതൊരു സംശയവുമില്ല. പക്ഷേ മോഹൻ സിംഗിനും അതേ ശിക്ഷയാണ് ലഭിച്ചത്. കാരണം മോഹൻ സിംഗ് അടിച്ച അടി കൊണ്ട് ഗുർദീപ് സിംഗ് മരിച്ചിട്ടില്ലെങ്കിൽ പോലും മോഹൻ സിംഗ് ഒരു അൺലോഫുൾ അസംബ്ലിയുടെ ഭാഗമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഗാൽദീപ് സിംഗ് ചെയ്ത അതേ കുറ്റമാണ് മോഹൻ സിംഗ് ചെയ്തത് എന്നുമാണ് കോടതി കണ്ടത്. എന്തിനാണ് ഇങ്ങനെ ഒരു പഴയ കേസ് എടുത്ത് പറയുന്നത്, ഒരു പഴയ കഥ പറയുന്നതിൽ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചാൽ 2021-ലും കോടതികളിലും നിയമപുസ്തകങ്ങളിലും അടിസ്ഥാനമായി കോട്ട് ചെയ്യുന്നത് ഈ മോഹൻ കുമാർ സിംഗിൻ്റെ കേസ് തന്നെയാണ്. നിയമം ഇപ്പോഴും അതുതന്നെയാണ്. ഇന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും സത്യത്തിൽ 5 പേർ ഒന്നിച്ച് ഈന്തപ്പനയുടെ പിന്നിൽ നിന്നു എന്നല്ലാതെ അതിൽ എത്ര പേർക്ക് കൊല്ലണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നിരിക്കും?
കൊല്ലാൻ വേണ്ടി അടിച്ച ആളുടെ കാര്യം പോട്ടെ, മറ്റുള്ളവർ ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി എന്നല്ലാണ്ട് കൃത്യമായിട്ടുള്ള ക്രിമിനൽ ഇൻറ്റൻഷനൊക്കെ ഉണ്ടായിരുന്നുവോ എന്ന് സംശയമാണ്. അത് പ്രൂവ് ചെയ്തിട്ടുമില്ല കോടതിയുടെ മുമ്പിൽ. എന്നിട്ടും 5 പേർക്കും തുല്യമാണ് ഉത്തരവാദിത്വം, തുല്യമാണ് ശിക്ഷ എന്ന് പറയുമ്പോൾ അതത്ര ശരിയാണോ എന്ന് അന്നും ആളുകൾ ചോദിച്ചിരുന്നു. അതിനുശേഷവും പല കേസുകളിലും ഇത്തരം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും നിയമപുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. കേൾക്കുന്ന നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും അല്ലേ, ഇത് കുറച്ച് കടന്നു പോയില്ലേ, ന്യായീകരിക്കാവുന്നതാണോ ഈ ലയബിലിറ്റി എന്ന്. പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1860 ഇന്ത്യയുടെ ആദ്യത്തെ ക്രിമിനൽ കോഡ് രൂപപ്പെടുമ്പോൾ ലോർഡ് മെക്കാളയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന സാഹചര്യങ്ങളും പിന്നെ അക്കാലത്തെ ബ്രിട്ടീഷ് സെൻസിബിലിറ്റീസും ആണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരു കുറ്റം എന്താണെന്നും അതിനുള്ള ശിക്ഷ എന്താണെന്നും അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നും ഒക്കെ കൃത്യമായി എഴുതി വെച്ച മഹത്തായൊരു പുസ്തകം തന്നെയാണ് ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ന് നിലനിൽക്കുന്ന മനുഷ്യാവകാശങ്ങൾ, മാനവിക മൂല്യങ്ങൾ എന്ന് മാത്രമല്ല, കുറ്റത്തിനെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒക്കെയുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ശരികേടുകൾ നമുക്ക് തോന്നിയെന്ന് വരാം. അത് IPCയുടെ കുറ്റമല്ല. കാലം മാറുന്നുണ്ട്, കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, അതിനനുസരിച്ച് നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലേ? മാറണം. പുതിയ കാലത്ത് ഉണ്ടാവട്ടെ പുതിയ നിയമങ്ങൾ.